വലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ തന്നിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഒരു 1-2 മണിക്കൂർ നമ്മൾ ഡിബേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എനിക്കൊരു സന്തോഷമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയും നേരം ഏകദേശം 2 മണിക്കൂറോളമായി നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നു ഓരോരുത്തരുടെയും പ്രഭാഷണങ്ങൾ. അതിനകത്തുള്ള ഒരു ഐക്യം എന്ന് പറയുന്നത് എല്ലാവരും യോജിക്കുന്നുണ്ട്. സമുദായ ഐക്യവും സമുദായ സംഘടനകളുടെ ഒത്തൊരുമയുമാണ് ഇതിൻ്റെ ആധികാരികമായിട്ടുള്ള ഒരു കാര്യമെന്നുള്ളത്. ഞാനിപ്പോൾ ഉത്തരേന്ത്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം 25 വർഷത്തോളമായിട്ട് ഡൽഹിയിൽ ജോലി ചെയ്യുന്നതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏകദേശം 5-6 മാസം മുമ്പ് ഡൽഹിയിലോട് വളരെ അടുത്ത് കിടക്കുന്ന മേവാത്തും നൂഹും എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ കലാപങ്ങൾ ഉണ്ടായി. കലാപങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂനപക്ഷ സമുദായങ്ങളുടെ ഭവനങ്ങളോ അതേപോലെ തന്നെ സ്ഥാപനങ്ങളോ ബുൾഡോസർ ഉപയോഗിച്ചിട്ട് തകർക്കലാണ്. അപ്പോൾ ഡൽഹിയോട് അടുത്ത് കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഏത് രീതിയിൽ അതിനകത്ത് ഇടപെടാൻ പറ്റുമെന്നുള്ള വലിയ രീതിയിലുള്ള ഒരു കാര്യം ഞങ്ങൾ അതിനകത്ത് അന്വേഷിച്ചു നോക്കി. കാരണം അവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നേരത്തെ ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞതുപോലെ തന്നെ ആർക്കും അറിയില്ല എന്താണ് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത്. അതിൻ്റെ പരിഹാരം ഏത് രൂപത്തിലൂടെയാണ് പോകേണ്ടതെന്നുള്ള ഒരു വ്യക്തതയും ആർക്കുമില്ല. നിയമപരമായിട്ട് പോകണോ രാഷ്ട്രീയപരമായിട്ട് പോകണോ എന്നുള്ള യാതൊരു വ്യക്തതയുമില്ല. അതിനുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഒരു സമുദായ ഐക്യവും സമുദായ സംഘടനകൾ തമ്മിലുള്ള ഒരു ഒത്തൊരുമയുമില്ലാത്തതും അവിടെ ഇരിക്കുന്ന നമ്മളുടെ ന്യൂനപക്ഷ സമുദായ അംഗങ്ങളെ ഈ രീതിയിൽ പോഷിപ്പിച്ചെടുക്കുവാനുള്ള ഒരു സംഘടനയുമില്ല എന്നുള്ള ദുഃഖകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഹൽദ്വാനിയിൽ നടന്നതും ഇത് തന്നെയാണ്. അപ്പോൾ ഈ ഉമ്മത്തിൻ്റെ ഈ നയം അല്ലെങ്കിൽ സമീപനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആദ്യത്തെ ഘടകമായിട്ട് ഈ സമുദായത്തിൻ്റെ ഐക്യം തന്നെയാണ് വേണ്ടത്. ഒരു കാര്യം ഓർത്തോ, ഈ സമുദായം ഐക്യപ്പെട്ട് നിന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നേടിയെടുക്കാം എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സംസ്ഥാനം. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും സമുദായം ഐക്യത്തോട് നിൽക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. കാരണം അവർക്കറിയാം സമുദായം ഐക്യത്തോട് നിൽക്കുകയാണെങ്കിൽ, ആ ശക്തിയോട് നിൽക്കുകയാണെങ്കിൽ അവർക്ക് പലതും ഈൽഡ് ചെയ്യേണ്ടി വരുമെന്നുള്ളത്. ഇപ്പോൾ ഇതിൻ്റെ ഈ വിഷയമായിട്ടുള്ള ഉമ്മത്തിൻ്റെ നയവും സമീപനവും എന്തായിരിക്കണമെന്നുള്ളത് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് മഹാനായ CH 1969 നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഒരു പ്രസക്ത ഭാഗമാണ്. CH ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്സിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഒരു ചോദ്യമുണ്ടെന്ന് പറഞ്ഞു. CH, നിങ്ങൾ മന്ത്രിയാണ് ഇപ്പോൾ, എന്നിട്ടും ഈ സമുദായം എന്തുകൊണ്ട് ഉന്നമനത്തിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ CHന്റെ മറുപടി 1969 ഇതായിരുന്നു: ഞാൻ മുഖ്യമന്ത്രിയും എൻ്റെ മന്ത്രിസഭയിൽ എല്ലാവരും മുസ്ലിങ്ങളാണെങ്കിൽ, മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ആളുകൾ പോലും ഈ സമുദായത്തിനുള്ള ഉന്നമനം ഉണ്ടാവുകയില്ല. ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവണമെങ്കിൽ ഇവിടുത്തെ ബ്യൂറോക്രസിയിലും അതേപോലെ തന്നെ ജുഡീഷ്യറിയിലും നമ്മുടെ സമുദായ അംഗങ്ങളുടെ നമ്പറുകൾ കൂടണം, പ്രാതിനിധ്യം കൂടണം. എന്നിരുന്നാൽ മാത്രമേ ഈ സമുദായത്തിന് ഉന്നമനം ഉണ്ടാവുകയുള്ളൂ എന്ന് 1969 CH പറഞ്ഞതാണ്. ഇന്നും അതിൻ്റെ പ്രസക്തി വളരെ ഏറെയാണ്. ഇപ്പോൾ നേരത്തെ സംവരണത്തെ കുറിച്ചിട്ട് ഡോക്ടർ ഫസൽ ഗഫൂർ പറഞ്ഞു. നമ്മുടെ ഭരണഘടന നമുക്ക് ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട് സംവരണം തന്നിട്ടുണ്ട്. സംവരണം എന്ന് പറയുന്നത് അഡക്വറ്റ് റെപ്രസെൻറ്റേഷൻ ഇൻ ഗവൺമെന്റൽ ജോബ്സ് എന്നാണ്. പ്രാതിനിധ്യം, സർക്കാർ ജോലികളിലുള്ള പ്രാതിനിധ്യം. അപ്പോൾ ഈ സർക്കാർ ജോലികളിലുള്ള പ്രാതിനിധ്യം ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെയാണ് നമ്മൾ അളക്കുന്നത്? അതിനും ഒരു സംവിധാനമുണ്ട്. ഓരോ 10 വർഷവും നിങ്ങൾ ഈ പട്ടിക പുതുക്കണം. ഈ പട്ടിക പുതുക്കാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ജാതി സെൻസസ് നടത്തണം. അപ്പോൾ ഈ സെൻസസ് നടത്തുമ്പോൾ നിങ്ങൾക്ക് എന്താണ് ലഭിക്കുന്നത്? ഈ സെൻസസ് നടത്തുമ്പോൾ ഏതെല്ലാം ജാതികൾ, ഏതെല്ലാം മതങ്ങൾ ഗവൺമെൻറ് ജോലികളിൽ പ്രാതിനിധ്യമുണ്ട്, ആ പ്രാതിനിധ്യം അവരുടെ പോപ്പുലേഷനുമായിട്ട്, നിങ്ങൾക്ക് പ്രൊപ്പോർഷണൽ പോപ്പുലേഷനുമായിട്ട് താരതമ്യം ചെയ്ത് കഴിഞ്ഞാൽ അതുണ്ട് എന്ന് ഉറപ്പ് വരുത്തുകയാണെങ്കിൽ
അവിടെ നിങ്ങളുടെ സംവരണ തോത് കുറക്കണം. പക്ഷെ പ്രാതിനിധ്യമില്ലാത്ത സമുദായങ്ങളാണെങ്കിൽ അവരുടെ സംവരണ തോത് കൂട്ടണം. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 4 വർഷം മുമ്പ് കേരളത്തിൽ ഇതുപോലത്തെ ഒരു സർവേ നടത്തിയപ്പോൾ മുസ്ലിം സമുദായം 135% പിന്നോക്കത്തിലാണ്, പ്രാതിനിധ്യത്തിൽ പിന്നോക്കത്തിലാണ്. ഈ സെൻസസ് നടത്താനുള്ള ബുദ്ധിമുട്ടും ഒരു പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ടാകാം. ഈ സെൻസസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ 135% പിന്നോക്കം നിൽക്കുന്ന ഈ സമുദായത്തിന് എന്തായാലും സംവരണത്തോത് കൂട്ടുക തന്നെ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ നേരത്തെ മുജീബ് റഹ്മാൻ സാഹിബ് പറഞ്ഞതുപോലെ ജാതി സെൻസസ് വരണം എന്നുള്ള ഒരു ആവശ്യം ഒരു പ്രമേയമായിട്ട് തന്നെ നമുക്ക് അംഗീകരിക്കേണ്ട ഒരു സമയമാണിപ്പോൾ. ഇപ്പൊ എല്ലാവരും ജുഡീഷ്യറിയെ കുറിച്ച്, ഞാൻ ജുഡീഷ്യറിയിൽ പ്രവർത്തിക്കുന്ന ഒരാളായത് കാരണം 2 വാക്ക് ജുഡീഷ്യറിയെ കുറിച്ചും പറയേണ്ട ഒരവസ്ഥയാണ്. എല്ലാവർക്കും ജുഡീഷ്യറിയെ കുറിച്ച് ഒരു അവിശ്വാസം വന്നിരിക്കുന്ന ഒരു കാലഘട്ടം പോലെയാണ് നമുക്ക് തോന്നുന്നത്. അങ്ങനത്തെ ഒരു അവിശ്വാസം എനിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പല ദുർഘടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ ദുർഘടങ്ങളെല്ലാം നമ്മൾ മാറി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കയ്യിലൊരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന നിലനിൽക്കുന്നിടത്തോളം കാലം ഒരു തരത്തിലും നമുക്ക് പേടിക്കേണ്ട എന്നുള്ളൊരു അഷ്വറൻസ് തന്നെ എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന ഇലക്ഷൻ ബോണ്ടിൻ്റെ വിധി, ഇന്നലെ വന്ന ഇലക്ഷൻ ബോണ്ടിൻ്റെ വിധി BJP സർക്കാരിനുള്ള ഏറ്റവും വലിയൊരു അടിയാണത്. ബിൽക്കീസ് ബാനുവിൻ്റെ വിധിയെക്കുറിച്ച് പറഞ്ഞു, മീഡിയ വൺ കേസിൻ്റെ വിധി, ഇതെല്ലാം കോടതികൾ നമ്മുടെ പറയുന്ന സുപ്രീം കോടതി തന്നെ തരുന്ന വിധികളാണ്. ഈ മീഡിയ വണ്ണിൻ്റെ കേസ് തന്നെ എടുക്കാം. അതിൻ്റെ ഒരു ഭാഗവാക്കായത് കാരണം എനിക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ഓരോ ജഡ്ജിമാർക്കും അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ടാവും. അവരുടെ ലൈസൻസ് പിൻവലിച്ചപ്പോൾ ആദ്യം ഹൈക്കോടതിയിൽ പോയി, കേരള ഹൈക്കോടതിയിൽ പോയി. കേരള ഹൈക്കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഹോം അഫയേഴ്സ് മിനിസ്ട്രി വന്നിട്ട് സീൽഡ് കവറിൽ ഒരു ഡോക്യുമെന്റ് കൊടുത്തു. ആ ഡോക്യുമെന്റ് കൊടുത്ത് വായിച്ച സിംഗിൾ ജഡ്ജി പറഞ്ഞത്, ഒരു കാരണവശാലും ഇവരുടെ ലൈസൻസ് ഇനി ഒരു ദിവസം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ വക്കീലുമാർ അവിടെ പോയിട്ട് പറഞ്ഞു, ഞങ്ങൾ നാളെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ കൊടുക്കാം, ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റേ തരണം, കാരണം ചാനൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ചാനൽ പൂട്ടിപ്പോകുമെന്ന് പറഞ്ഞു. ആ ജഡ്ജിയുടെ മറുപടി ഇതായിരുന്നു, ഞാനിപ്പോൾ ഇത് വായിച്ച സ്ഥിതിക്ക് ഇതിൻ്റെ കണ്ടൻസ് എന്ന് പറഞ്ഞാൽ അത്ര ഷോക്കിംഗ് കണ്ടൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ദിവസം എന്നല്ല ഒരു മണിക്കൂർ പോലും എനിക്ക് നീട്ടിത്തരാൻ പറ്റുകയില്ല, അതുകൊണ്ട് നിങ്ങൾ ചാനൽ അടച്ചു പൂട്ടണമെന്നാണ് പറഞ്ഞത്. അതിനുശേഷം ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ പോയി, ഡിവിഷൻ ബെഞ്ചും അത് ശരിയാണെന്ന് പറഞ്ഞു. സുപ്രീം കോടതിയിൽ പോയി, സുപ്രീം കോടതി ആ ലൈസൻസ് പുതുക്കാത്ത ആ നടപടി തെറ്റാണ് എന്ന് പറഞ്ഞ് നിശിതമായിട്ട് കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിട്ട് ഇവർക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കാൻ പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ സീക്രട്ട് ഫയൽ എന്ന് പറയുന്ന ഫയലിൽ എന്തെല്ലാമാണ് ഉണ്ടായിരുന്നെന്നുള്ള അതിൻ്റെ കണ്ടൻസ് എല്ലാം സുപ്രീം കോടതിയുടെ വിധിയിൽ വെളിപ്പെടുത്തി. അത് ശരിക്കും വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ആശ്ചര്യപ്പെട്ടത്. കാരണം ആ ഫയലിലുണ്ടായത് കാരണം എന്ന് പറയുന്നത്, അതായത് ഇവരുടെ ലൈസൻസ് പുതുക്കി കൊടുക്കണ്ട എന്ന് പറഞ്ഞ കാരണങ്ങളിൽ ഒരു കാരണം, മെയിൻ കാരണം എന്ന് പറയുന്നത്, ഈ ചാനൽ മുസ്ലിം സമുദായത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മുസ്ലിം സമുദായത്തിൻ്റെ ആവശ്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ കാരണങ്ങൾ മാത്രം മതി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചാനലിനെ അടച്ചുപൂട്ടാൻ. സുപ്രീം കോടതി ഇതെന്താ സംബന്ധമാണ്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നതെന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയിലോ അല്ലെങ്കിൽ ജുഡീഷ്യറിയിലോ നമ്മൾ ഒരു അവിശ്വാസം രേഖപ്പെടുത്തേണ്ട ഒരു സമയമല്ല ഇപ്പോൾ. കാരണം സുപ്രീം കോടതിയെ അവിശ്വസിക്കേണ്ട അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അവിശ്വസിക്കേണ്ട കാര്യവുമില്ല. നമ്മൾക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഭരണഘടന, അതിശക്തമായിട്ടുള്ള നമ്മുടെ ഈ ഭരണഘടന, അത് ഏത് ശക്തിയും വൈഭവവും ഉപയോഗിച്ച് നമ്മളതിനെ കാത്ത് സംരക്ഷിക്കണമെന്നുള്ളതാണ്. നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എന്ന് പറയുന്നത് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാന തത്വമായിട്ട് പരിഗണിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് മതേതരത്വം എന്ന് പറയുന്നത്. അപ്പം ഈ അടിസ്ഥാന തത്വങ്ങളായിട്ട് പരിഗണിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒരു അമെൻമെന്റോട് കൂടി മാറ്റാനും പറ്റില്ല. അതാണ് നിയമം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ഈ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു രാഷ്ട്രം വരുമോ,
എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മളുടെ പേടി മാത്രമാണ്. അൾട്ടിമേറ്റ്ലി ഈ പറയുന്ന ശക്തികൾ, അതായത് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരിൻ്റെ രാഷ്ട്രീയ പാർട്ടി, ഒരു പേടിപ്പെടുത്തലിലൂടെ ധ്രുവീകരണം ഉണ്ടാക്കലാണ് അവരുടെ ആവശ്യം. എത്ര നാളുകളായി പറയുന്ന പൗരത്വ നിയമം ഇപ്പോൾ വരും, NRC ഇപ്പോൾ വരും, ഏക സിവിൽ കോഡ് ഇപ്പോൾ വരും. 10 വർഷമായിട്ട് അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു 5 ദിവസമോ 7 ദിവസമോ കഴിഞ്ഞാൽ ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരും, അതിനുശേഷം ഒന്നും വരികയില്ല. നമ്മളുടെ കൗമാണെങ്കിൽ വികാരത്തിന്റെ തള്ളിച്ചയെ കൊണ്ട് അപ്പൊ തന്നെ റോട്ടിലേക്ക് ഇറങ്ങും. അതാണ് അവർക്ക് വേണ്ടത്. 2 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒന്ന്, രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ. രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ എന്ന് പറയുന്നത് നമുക്ക് ലോക്സഭയിൽ ഭൂരിപക്ഷം കിട്ടുക തന്നെ വേണം. പിന്നീട് നിയമപരമായിട്ടുള്ള ഇടപെടൽ. ഏതെല്ലാം തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങൾ പാസ്സാക്കുകയാണെങ്കിൽ അതിന് കോടതിയുണ്ട്, ജുഡീഷ്യറി ഉണ്ട്. അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ന്യൂനപക്ഷ പദവി എടുത്തു കളയാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയിൽ സമീപിച്ചിരിക്കുകയാണ്. പക്ഷേ ഇത് സ്ഥാപിച്ചത് സർ സയ്യദ് അഹമ്മദ് ഖാൻ അവിടുത്തെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടാണ് എന്ന് സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുകയാണെങ്കിൽ അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി ഇപ്പോഴും ന്യൂനപക്ഷ പദവിയോട് കൂടിയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കും. അങ്ങനെ ഈ ധ്രുവീകരണം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇലക്ടോറൽ പൊളിറ്റിക്സിൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാക്കുന്ന ഒരു സംഗതിയാണ് ഈ ധ്രുവീകരണം എന്ന് പറയുന്നത്, വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത്. അതിനകത്ത് അൺഫോർച്ചുനേറ്റ്ലി നമ്മളാണ് എതിർപക്ഷത്ത്. 20 കോടിയോളം വരുന്ന ഒരു മുസ്ലിം സമുദായത്തിന് നാം കെ വാസ്തെ ഒരു പ്രതിനിധി പോലും ഇല്ലാത്ത ഒരു മന്ത്രിസഭയാണ് അവിടെ കേന്ദ്രത്തിലുള്ളത്. 420ഓളം മെമ്പർമാരുള്ള UP നിയമസഭയിൽ പോലും നാം കെ വാസ്തെ ഒരു മന്ത്രി പോലും ഇല്ലാത്ത ഒരു നിയമസഭയാണ് അവിടെ. അപ്പൊ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. നമ്മൾക്കറിയാം എന്തുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ നയവും സമീപനവും എന്ന് പറയുന്നത് വിവേകത്തോടു കൂടിയിട്ടുള്ള, നിയമപരമായിട്ടുള്ള, രാഷ്ട്രീയപരമായിട്ടുള്ള, ഐക്യത്തോടു കൂടിയിട്ടുള്ള സമീപനം വേണമെന്ന് മാത്രം. അതിന് ഈ വേദി ഏത് രീതിയിൽ ഉപകാരപ്പെടുമെന്നുള്ളത് നമ്മളെല്ലാവരും കൂട്ടമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.